സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്കും ഒരാഴ്ചയായി സമരം ചെയ്യുന്ന അംഗനവാടി ജീവനക്കാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും സമരം എത്രയും വേഗം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ടും ജനശ്രീ മിഷൻ ബ്ലോക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ കായംകുളം മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കേന്ദ്ര സമിതി അംഗം AM കബീർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 46 ദിവസങ്ങളായി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്കും ഒരാഴ്ചയായി സമരം ചെയ്യുന്ന അംഗൻവാടി ജീവനക്കാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും സമരം എത്രയും വേഗം ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ജനശ്രീ മിഷൻ ബ്ലോക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ കായംകുളം മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കേന്ദ്ര സമിതി അംഗം AM കബീർ ഉദ്ഘാടനം നിർവഹിച്ചു. മൻമോഹൻ സിംഗിന്റെ UPA സർക്കാരാണ് ആദ്യമായി ഇന്ത്യയിൽ ആശാ വർക്കർ എന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയത്. അന്ന് അവർക്ക് ഒരു പാർട്ട് ടൈം ജോലി പോലെ, ഒരു സേവന പ്രവർത്തനം പോലെ ചുരുങ്ങിയ ചില ജോലികൾ മാത്രമാണ് അന്ന് അവർക്ക് നൽകിയത്. അവർക്കൊരു ചെറിയ ഓണറേറിയം മാത്രമാണ് അന്ന് കൊടുത്തത്. അതിനുശേഷം ഇങ്ങോട്ട് കേരളം ഭരിച്ച മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ് ആദ്യമായി ഇവർക്കൊരു ഓണറേറിയം 1000 രൂപ പ്രഖ്യാപിച്ചത്. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ്. അന്നും വളരെ കുറച്ച് ജോലികൾ മാത്രമേ ആശാ വർക്കർമാർക്കുണ്ടായിരുന്നുള്ളൂ. ഇന്ന് കേരളത്തിലെ മുഴുവൻ ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്ന് അഭിമാനിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ നമ്പർ 1 കേരളം എന്ന് അഭിമാനിക്കുന്നതിൻ്റെ കാരണക്കാർ എന്ന് പറയുന്നത് ഈ പാവപ്പെട്ട ആശാ വർക്കർമാരാണ്. ഇവർ വീടാന്തരം കയറിയിറങ്ങി ഗർഭിണികളുടെ പരിചരണം, നവജാത ശിശുക്കളുടെ പരിചരണം, അതുപോലെ തന്നെ കിടപ്പ് രോഗികളുടെ പരിചരണം, ഏതൊക്കെ ആളുകൾ കിടപ്പ് രോഗികൾ ഉണ്ട് എന്നുള്ള സർവേ, ഇനി ഈ നാട്ടിൽ ഇല്ലാത്ത സർവേകളൊന്നുമില്ല, എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ആശാ വർക്കർമാരെയാണ്. ഇന്ന് അവർക്ക് കിട്ടുന്ന ശമ്പളം 232 രൂപയാണ്. മീൻ വാങ്ങാനുള്ള പൈസ പോലും ഈ സർക്കാർ ഇവർക്ക് കൊടുക്കുന്നില്ല. എന്നിട്ട് വലിയ ന്യായങ്ങൾ പറയാണ്, വലിയ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ ലിപ്സ്റ്റിക്കുമൊക്കെ ഇട്ട് കണ്ണുമെഴുതി പിരിവൊക്കെ എഴുതിക്കൊണ്ട് നടക്കുന്ന ഒരു മന്ത്രിയുണ്ടല്ലോ, വാർത്ത വായനക്കാരി മന്ത്രി, ഒരു രാഷ്ട്രീയ പാരമ്പര്യവും പശ്ചാത്തലവും ഇല്ലാത്ത ആ മന്ത്രി പറയുന്നത് ആശാ വർക്കർമാർക്ക് 13,000 രൂപ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുനിസിപ്പൽ കൗൺസിലർ കൂടിയായ ഷീജ ആശാ വർക്കർ കൂടിയാണ്. 7,000 രൂപയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ 7,000 രൂപ കൊണ്ട് ഒരു കുടുംബം എങ്ങനെ പുലരും? ഇതിനിടയിൽ ആശാ വർക്കർമാർ സമരം തുടങ്ങിയതിന് ശേഷമാണ് 2,85,000 രൂപ ശമ്പളമുണ്ടായിരുന്ന PSC മെമ്പർക്ക് 3,86,000 രൂപ ശമ്പള വർധനവ് നടത്തി. ഒരു പണിയുമില്ലാതെ ചൊറിയും കുത്തി ഡൽഹിയിൽ ഇരിക്കുന്ന പഴയ കോൺഗ്രസ്സുകാരനായ KV തോമസ് ഊറുമാറി CPM-നോടൊപ്പം കൂടിയതിൻ്റെ പാരിതോഷികമായി അദ്ദേഹത്തെ ഡൽഹിയിൽ ഒരു ബംഗ്ലാവും കാറും മറ്റ് സന്നാഹങ്ങളുമായി ഡൽഹിയിൽ ഇരുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും 11.5 ലക്ഷം രൂപയായി അദ്ദേഹത്തിൻ്റെ യാത്രാ ഭർത്ത വർദ്ധിപ്പിച്ചു കൊടുത്തു ഈ സർക്കാർ. PS പ്രസന്നകുമാർ അധ്യക്ഷനായി. T സൈലാബ്ദീൻ, C അമ്മിണി, KC കൃഷ്ണകുമാർ, മധു അഞ്ചിലേത്ത്, ഹുസൈൻ പറങ്ങാമൂട്ടിൽ, തയ്യിൽ റഷീദ്, A നിസ, ഷീജ റഷീദ്, പുളിമൂട്ടിൽ രവീന്ദ്രൻപിള്ള, PA കുഞ്ഞുമോൻ, തങ്കൻ ചെറുവള്ളിൽ, പ്രശാന്ത് എരുവ, രാജേന്ദ്രക്കുറുപ്പ്, AA നഹാസ്, ഷീജ ഹാരിസ്, ശ്രുതി, സൂസൻ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു.